ഇനി ഞാൻ അച്ഛനെ പിക്ക് ചെയ്യാൻ എയർപോർട്ട് വന്നയാ. ഇതാ വരുന്നു. മതി 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 മതി. ഇവനാണല്ലേ എന്റെ കൊച്ചുണ്ടാപ്രി. ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇതൊന്നേ ഉള്ളൂ. ഇത് ഞാൻ ഇവിടുത്തെ ടീച്ചറാ സ്കൂളിലെ. പണിട്ടെ 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 എല്ലാമേ പണിട്ടെ. എണി 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 എണി. സൂര്യ ബോസ്. ഞാൻ കത്തിൽ എഴുതുന്ന പോലെ എന്റെ മോൻ അതേ ഹെയർ കളർ, അതേ അപ്പാവിടെ അതേ മൂഞ്ചി. அப்பா எங்கடா? அப்பா பிஸிவா எங்கயோ பிசினஸ் மேட்டரா போயிருக்காரு. இப்ப வருவாரு. അച്ഛാ ഈ ചിന്നുമോളുടെ കയ്യിൽ നിന്ന് ഇതൊന്ന് വാങ്ങാവോ? ഇല്ലെങ്കിൽ അവള് ഇവங்க രണ്ട് പേര് யார்? ചെറുത് എങ്ങനെ താങ്ങി പിടിച്ചേക്കുന്നത്? മോളെ എനിക്ക് അച്ഛൻ ഒരു മിനിറ്റ് തരണം. അച്ഛൻ ഒരു മിനിറ്റ് തരണേ. ഒരു ഇമ്പോർട്ടന്റ് കോള്. പോട്ടോ പോട്ടോ. മോനെ മോളെ നമുക്ക് ഇവിടുന്ന് പോയാലോ? കുറെ നേരമായി. എന്റെ ഇടന്ത് എയർഹോസ്റ്റസിന്റെ ചന്തി കയറി പിടിച്ചായിരുന്നു. അവരിപ്പോ മിക്കവാറും നമ്മളെ പിടിക്കാൻ വരും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാ. സോറി സോറി സോറി. നമ്മുടെ വണ്ടി കേറ്. ഇതിലും വലിയ വണ്ടി നമ്മുടെ വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു. നീ അതൊന്നും എടുക്കാതാണ്. അതൊന്നും വേണ്ട. അതൊക്കെ ഇവിടെ പറയണ്ട അച്ഛ. അതൊക്കെ ഞാൻ കളഞ്ഞിട്ട് വന്നേല്ലേ. നിങ്ങളെ അവിടെ കളഞ്ഞിട്ടല്ലേ ഞാൻ വന്നേ. അല്ല അങ്ങനെയല്ല, വണ്ടിയും എല്ലാം അങ്ങനെ സാധാരണക്കാരിയായിട്ട് ആണ് ജീവിച്ചത്. പിന്നെ ചന്ദ്രൻ നീ കാട്ടാക്കട വന്ന് ചോദിച്ച ജോണിന്റെ പേര് പറയത്തില്ലേ? ഞാനിനി അങ്ങ് വരണ്ടേ അച്ഛാ ചോദിക്കാൻ? എനിക്കറിയണ്ടല്ലോ. എനിക്കറിയാലോ ജോണിനെ. അച്ഛനല്ലേ. ചന്ദ്രന്റെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ചന്ദ്രന്റെ വീട് അറിയാലോ അച്ഛന്. ചന്ദ്രന്റെ വീട്ടിലോട്ടൊന്ന് പോണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? നിന്റെ കൂടെ ഇരിക്കുന്ന ഈ നരന്തിനെ പറ്റി. നീയല്ല മോളെ, നിന്നെക്കാളും ഒരു നരുന്നുണ്ട് ഇതിനകത്ത്. അതെ, ഇനി നമുക്ക് കേറി ചെല്ല ഒരു വീടില്ല. സൊല്ലു തമ്പി. അല്ല സൊല്ലു മോനെ. അമ്മ റിച്ചതാ. അമ്മയുടെ അപ്പ അതുക്കും വലിയ റിച്ചതാ. അല്ല മോളെ, സാരൻഡ്രിയസ് കാട്ടക്കട ജംഗ്ഷന്റെ അടുത്ത്. ഈ മോക്ക് വേണ്ടി ഞാൻ ഇവിടെ നേരത്തെ അപ്പോയിന്റ് ചെയ്തായിരുന്നല്ലോ. സംസാരിക്കുന്നേ സൂര്യ. അമേദി അമേദി അമേദി. പിള്ളേരെ പോലെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല അച്ഛനെ പഠിപ്പിച്ചേ. മരുമോൻ അവിടെ അവനെ കണ്ടിട്ടില്ല, കുറെ ആയല്ലോ അവനെ കണ്ടിട്ട്. മോളെ നമ്മള് വണ്ടി നിർത്തിയിട്ട് വിഷയമായിട്ട് പരിചയപ്പെടാം കേട്ടോ. മോളെ ഞാൻ പ്ലെയിനിൽ വന്നോണ്ട് വണ്ടിയില്ല. എത്ര വണ്ടി എന്റെ കൂടെ വന്നേന്നറിയാവോ? തള്ളു ഇതുവരെ നിർത്താറായില്ല. എനിക്കൊരു കാര്യം. അച്ഛനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. കുറച്ച് പേഴ്സണലാ. ഇവിടെ ഉള്ള എല്ലാരും എനിക്ക് പെണ്ണ് കാണാൻ വേണ്ടിട്ട് ഇന്ന് വാസുവണ്ണ വരാൻ പറഞ്ഞാ പറഞ്ഞേക്കുന്നത്. എനിക്ക് വേറെ പെണ്ണ് കാണല്ലോ. എനിക്ക് പെണ്ണ് കാണാനല്ല, ചന്ദ്രന്റെ വീട്ടുകാർക്ക് എന്നെ പെണ്ണ് കാണാൻ. നിന്നെ ഇനി എന്തോന്ന് കാണാതിരിക്കുന്നത്? ആ വിത്ത് അവിടെ കിടക്കുമല്ലേ. ഓക്കെയാണ്, പക്ഷെ ഇതിനൊക്കെ ഒരു ഇതില്ലേ, കറക്റ്റ് ആയിട്ടുള്ള ഒരു വേ ഇല്ലേ? പെണ്ണ് കാണുക, എൻഗേജ്മെന്റ് നടത്തുക, കല്യാണം നടത്തുക, അങ്ങനെയൊക്കെ ഇല്ലേ?
കല്യാണം കഴിയാതെ ശരി ശരി ശരി. അച്ഛനറിയാലോ അത് നമ്മുടെ ഇതല്ല, നമ്മള് ദത്തെടുത്തതാണ്. നമ്മുടെ അതല്ലെങ്കിലും തോക്കില്ലാതെ വെടി പൊട്ടൂലല്ലോ മോളെ. സംശയാണപ്പോ. എന്തായാലും ആവട്ടെ, മരുമോൻ വരുമ്പോ ചോദിക്കാം. അച്ഛനെ കൈ വെക്കാറായോ നീ? സോറി അതറിയാണ്ട് ചർക്കി വീണാൻ പോയപ്പോ ഞാൻ അവിടെ പിടിച്ചേക്കാം. ശരി ശരി. പിന്നെ പെണ്ണ് കാണണോ നിർബന്ധമാണോ? പറയുന്നു എനിക്ക് കൊറേ നേരമായി എലി പറ. അതല്ലല്ലേ വിഷയം. കണ്ടുപിടിച്ചിട്ടേ ഇല്ല. അണ്ണൂനെ ഞാൻ കണ്ടപ്പോ ഇതുപോലെ ചന്ദ്രന് ഇഷ്ടമാണ്, കരഞ്ഞ് കാല് പിടിച്ചപ്പോ ആള് സമ്മതിച്ചു കല്യാണം കഴിച്ചോളാൻ. പക്ഷെ അണ്ണു അങ്ങനെ അല്ല. നീ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ആയത്. പ്രോഗ്രാമാ ഇതേ വെള്ളത്തിൽ ഒലിച്ചു നീ സാധനം പിടിച്ചു നിർത്ത്. തടയിട്. അത് വന്നോളൂ നമ്മള് പോയാൽ അത് പോവില്ല. പക്ഷെ അണ്ണു അങ്ങനെ അല്ലായിരുന്നു. അണ്ണു ഗ്യാങ് പെണ്ണ് പറ്റത്തില്ല, കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, കൊച്ചുങ്ങളാവാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഒരാളായിരുന്നു. ആ ആള് ഞാൻ ടെസ്റ്റ് ചെയ്തതല്ലേ, പക്ഷെ ആള് ഓക്കെ പറഞ്ഞു. വർക്കായല്ലോ, സന്തോഷിക്കണ്ടേ? ഞാൻ വന്നത് കൊറേ നാളായിട്ട് ഇവനെ കാണണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇവനെ കാണാൻ വേണ്ടി ഞാൻ ഇന്നൊന്ന് വന്നതാ. അപ്പോഴാണ് ഇവിടെ പെണ്ണ് കാണലിന്റെ കേസ് പറയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു നീ ഇവക്ക് വേറെ പെണ്ണിനെ കാണാനായിരിക്കും. പുതിയ കാലമല്ലേ, നീ അതുവല്ലോ ആണെങ്കിലോ. എന്നാ വാ നമുക്ക് കാണാം. സ്ട്രൈറ്റസ്റ്റ് ലൈൻ ആണോ? എക്സ്പീരിയൻസ് ഉള്ളതുപോലെ മധുരണ്ട ചാടണം. എടതേ വലതേ വാടാ. പറഞ്ഞോ ജെയ്സി. വലതിന്റെ കൂടെ അവനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് വലതിന്റെ സ്ഥാനത്ത് അവനായിക്കോട്ടെ. നിന്റെ അമ്മയെ പറ്റി ഇവള് ചോദിച്ചു. നിനക്കോ ഇല്ല, നീ എന്തിനാ എന്റെ അമ്മയെ പറ്റി ചോദിച്ചേ? ഡാഡി കൊല്ലട്ടെ ഇവളെ, ഡാഡി ഒരു വാക്ക് പറ, കൊല്ലട്ടെ. വേണ്ട മോളെ വേണ്ട. മമ്മി പോയപ്പോ എല്ലാം പറയാം പറയാം. സ്റ്റോറി കാണണോന്ന് പറഞ്ഞാൽ മുണ്ടൂരി കാണിച്ചു കൊടുക്കണേ. ഇപ്പഴും വരണ്ട. കേട്ടോ ഭഗവതി നിൽക്കുന്നു. പുലസ്ത്രീ ഇതാണോ പുലസ്ത്രീ? അലിയ ഈ വീട് കണ്ടോ? ആരാ ആ വീട് കണ്ടു? ഇതാരാ? എന്റെ പേര് വാങ്ങിച്ചു. അകത്താരാ ഇരിക്കുന്നു? വാ നമ്മുടെ വാ. ഇതാരാ ഇവിടെ? ഡാഡീസ് ഹോം. ഡാഡി വാ, നമ്മുടെ വീടാ. വാ വാ ഡാഡി. അകത്തിരിക്കുന്ന അല്ലാതെ ഇത് എന്റെ പേര് എലി. ഞാനേ അലീനയുടെ എന്റെ പേരിൽ ഈ വീടങ്ങ് വാങ്ങിച്ചു, അലീനയുടെ വെഡിങ് ഗിഫ്റ്റ് ആയിട്ട്. വാ കല്യാണമൊക്കെ അങ്ങ് തീരുമാനിച്ചാണ്. അതെ, കല്യാണത്തിന് പോകാൻ വരെ സാരി എടുത്ത് റെഡിയായി. കല്യാണം വരെ തീരുമാനിച്ചല്ലേ? വീടിന്റെ കൂടെ ഗിഫ്റ്റ് കിട്ടിയതാ? അല്ലല്ലേ, ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളല്ലേ? ബന്ധുക്കളോ? ഞാനറിയാതെ നീ ബന്ധുക്കളെ ഉണ്ടാക്കിയല്ലേ മോളെ? നമ്മൾ പറഞ്ഞിട്ടില്ല. അച്ഛ ഇതാണ് എന്റെ വകയിലെ ഒരു മാമൻ. പറഞ്ഞോ മോനെ. സംസാരിക്കണ്ട, കുറച്ച് സമയം. പറ. എലിമോളൊന്ന് വന്നേ. ചോറി പകരുവോ? അലീനെ എല്ലാരും പരിചയപ്പെടാം. ഞാൻ ചേച്ചിയുടെ മാമിയുടെ രണ്ടാമത്തെ മോൻ.
മണിക്കുട്ടൻ എന്റെ അച്ഛനാ വന്നിരിക്കുന്നത്. ഇത് എന്ത് ബന്ധങ്ങളാ ഇതൊക്കെ? ഇതെന്റെ കുട്ടിക്കുട്ടൻ, ഞാൻ മണിക്കുട്ടൻ. ഇതെന്ത് കുട്ടനാണ് ഇനി ചേച്ചിക്ക് മനസ്സിലായില്ല? ചേച്ചിയുടെ അല്ലല്ല. ഉപ്പത്തെടുത്ത് നടന്നിട്ടുണ്ട്. ഞാൻ അമ്പാടി. ഞാൻ ചേച്ചിയുടെ അച്ഛന്റെ അനിയന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ മോൻ. ഇല്ല പറഞ്ഞടാ പറഞ്ഞു ഇതാരാ? ഇതാരാ? മാങ്ങ സൂര്യ. ഇത് അറിയില്ലേ? ഞാൻ അപ്പു അറിയില്ല. അലീന ചേച്ചിയുടെ ഇത് ചേച്ചിയുടെ അറിയില്ല വൈഫാണ്. അതൊരു സംസാരം അത് സംസാരിക്കാം ഞാൻ ഭാസ്കരപിള്ള അപ്പൻ കുഞ്ഞുനാളിൽ ഒരുപാട് എടുത്തൊക്കെ നടത്തിയിട്ടുണ്ട് അറിയത്തില്ല ഓരോരുത്തരായിട്ട് ഒറിജിനൽ അച്ഛൻ ഇതൊക്കെ പറക്കാവോ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കാര്യം അല്ല ഒരു മിനിറ്റ് ഇതിപ്പോ ഇതിലേതാ ഒറിജിനൽ? എന്റെ ഇത് നിന്റെ മോളെ ഇത് ഞാൻ അപ്പൂപ്പനാ. ഓ അച്ഛനറിയോ? ഒന്ന് മാറേ അപ്പൂപ്പന്റെ പേരെന്താണ്? പേരെന്താ? ഭാസ്കരൻ പിള്ള. അച്ഛന്റെ ഭാസ്കരൻ പിള്ള. പേരെന്താണ്? ജോൺ. ഭാസ്കരൻ പിള്ള. എന്റെ പേരെന്താ? ജോൺ. അലീന ഇങ്ങോട്ട് വന്നേ. അലീന ഇങ്ങോട്ട് വാ. ഇതാരാ നോക്കുന്നത്? ഇതൊന്ന് വന്നേ. ഇതാരാ നോക്കുന്നത്? ചേച്ചി എന്നെ ഓർമ്മയില്ല. ഞാൻ അപ്പു അമ്മായിയുടെ മോൻ. ഒറിജിനാലിറ്റി. അമ്മായി അമ്മായി മരിച്ചു. അമ്മായിക്ക് വാദം കൂടി ചത്തല്ലോ. അതെ ചേച്ചി തന്റെ ഭാര്യ മീന. എല്ലാരും അങ്ങ് മറന്നു. വന്നേ. സത്യം ഞാനും എന്റെ അച്ഛനും മറന്നു. എല്ലാരും മറന്നു. അല്ലെങ്കിൽ വന്ന വഴി മറിക്കുന്ന കുടുംബക്കാരാണ് അറിയാം. നാടക കമ്പനി. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതേത് നാടക കമ്പനിക്കുള്ള ആൾക്കാരെ ഗ്രൂപ്പ് മൊത്തം ഞാൻ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവളുടെ അച്ഛൻ തുടങ്ങി താഴത്തോട്ട് എല്ലാരും ക്രിസ്ത്യാനികളാ, മുകളിലോട്ട് എല്ലാരും ഹിന്ദുക്കളോ? അതെങ്ങനെ ശരിയാവും? അതെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്ത സമയം ഒരു ബോട്ട് വരെ നാടകത്തിൽ പങ്കെടുക്കാൻ. അയ്യോ അച്ഛനാന്ന് പറഞ്ഞു വരുമോ? അലീന ഈ നാടകക്കാർക്കൊക്കെ ഇത് കഴിയുമ്പോൾ കാശ് കൊടുക്കണം. ഈ വീട് വാങ്ങിച്ച് എന്റെ കയ്യിലെ കാശ് മൊത്തവും തീർന്നു. മോളെ ഓ അച്ഛാ. നിനക്ക് അച്ഛനുണ്ട്, എനിക്കൊരച്ഛനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഭാസ്കര പിള്ള. ഞാൻ ലാഭായില്ലേ? ശങ്കരനാണോ ഇത്? തൽക്കാലം നമുക്ക് ആ നാടക ട്രൂപ്പില് ഭാസ്കരൻ പിള്ള മാത്രമേ ഇന്നത്തേക്ക് അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഭാസ്കരൻ പിള്ളയെ വേണമെങ്കിൽ ഇവന്റെ കൊച്ചച്ഛനാക്കിക്കോ. പേര് മാറ്റി വർഗീസ്. അച്ഛൻ ഓക്കെയാണോ? ഇതൊക്കെ അപ്പൊ നമ്മളെ ബന്ധുക്കളാണെന്നാണോ അച്ഛൻ പറയുന്നേ? എന്റെ പൊന്നുമോളെ, നിനക്ക് ചോദിക്കാനേ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതെങ്കിലും വന്നത് കൊള്ളാം. അല്ല നിങ്ങൾ വേറൊരു കാര്യം കാണിച്ചു തരാം. മറ്റേ അവിയലാവേ നമ്മുടെ വീട്ടിൽ കാർ അനങ്ങോ ഇത്? കൊള്ളാം മോളെ, കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കാർ ഉണ്ട്. രണ്ട് കാർ ഉണ്ട് അച്ഛാ. അപ്പുറത്ത് രണ്ട് കാറ്. കൊലക്കാതെ നിൽക്കുന്ന കുറെ വാഴകളാണ്. അതൊക്കെ ഉടനെ കൊലക്കും. അലീനയുടെ കല്യാണത്തോടുകൂടി ഇതൊക്കെ കൊലക്കും. ഒരെണ്ണം കൊലച്ചതാ നിക്കുന്നു. അച്ഛൻ വരൂ. ശരി മോളെ, ശരി. സ്ഥാനത്തിട്ട് എനിക്കിട്ട് സാരി എടുക്കുന്നില്ലേ? അലീന ഞാനൊരു കാര്യം പറയട്ടെ. അവിടാണ് നിന്റെ ചെറുക്കനെ കൂട്ടുകാര് വന്നിരിക്കുന്നത്. നാളെ വരുന്നുണ്ട് ഇപ്പഴേ. നിങ്ങൾ ഉറപ്പിച്ചോ പെണ്ണ് കാണല്? പിന്നെ ഉറപ്പിക്കണ്ടേ? നിനക്ക് ആകമ്പാടി സിറ്റിയില് ഈ ചൊറി വന്ന തന്ത വന്നത് എന്റെ ഭാഗ്യം. കാണിച്ചോട് അച്ഛ, കാണിച്ചോട്. കാണിച്ചോട്. എവിടെ ചൊറി കാണിച്ചുകൊട്. നാളായി ചൊറി. എവിടാ ചൊറി? എങ്ങനെ എനർജറ്റിക് ആയിട്ട് എനിക്ക് ജോൺ ഡാഡി വിളിക്കൂ. ചൊറി ഉണ്ടെങ്കിലല്ലേ മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഇവള് വന്ന് അവളുടെ അച്ഛന് ചൊറി വന്ന് അതൊക്കെ അമ്മയ്ക്ക് പകർന്ന് അമ്മ എന്നെ ചത്തുപോയി മോളെ അമ്മയുടെ കാര്യം പറഞ്ഞു. വേണ്ട മോളൂ. ഡാഡി നാളെ വരുമോ? അല്ലെങ്കിൽ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് നാളെ പോവാം. എനിക്ക് എന്റെ ബന്ധുക്കളെ എല്ലാം ഒന്ന് പരിചയപ്പെടണം. എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചെടുത്ത്. അച്ഛന് ബന്ധുക്കളെ ഒന്ന് പരിചയപ്പെടണമെന്ന്. ആരും പേടിക്കില്ലേ. നമ്മള് ഇടത് കൈപൊക്ക്. ഇവനാണ് ഇടത്, മറ്റോം വലത്. മനസ്സിലായോ? അച്ഛനൊരു കാര്യം പറയട്ടെ.
അച്ഛൻ അറിയാലോ അവര് ഞാൻ നമ്മുടെ സെൻട്രൽ. ബന്ധുക്കള് അല്ലാന്ന്. പക്ഷെ അവിടുന്ന് ആൾക്കാര് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബന്ധുക്കള് വേണ്ടേ? മോളെ എന്ത്? ഫേസ് ഒന്ന് കാണിച്ചേ, ഫേസ് ഒന്ന് കാണിച്ചേ. ആ മേക്കപ്പ് ഉണ്ട്, മേക്കപ്പ് ഉണ്ട്. ഇത് എലിയാണോ? നീ ഡെയ്സി അല്ലേടി എന്റെ കൂടെ പഠിച്ച ഡെയ്സി? നീ എന്റെ കൂടെ പഠിച്ച ഡെയ്സി അല്ലേ? ഞാൻ ഇതിനകത്ത് ഒരു പെപ്സിക്കകത്ത് വിഷം കലക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മോളെ നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. കടി തുടങ്ങി. ആ ഡാഡി, ഡാഡി അത് എനിക്ക് നല്ല സംശയമുണ്ട് അവൾ എന്റെ കൂടെ പഠിച്ചതാണെന്ന്. പ്രായം വെച്ചാണോ? പണ്ട് കാട്ടാക്കട വുമൻസ് കോളേജിന്റെ മതിലിൽ ഞാൻ കയറി നിന്നപ്പം അവളെ കണ്ടിട്ടുണ്ട് അവിടെ. അതില് കേറി നിന്ന് എന്തിനാ? പഠിക്കാൻ പോയതാ? അല്ല, ഞാൻ വുമൻസ് കോളേജിൽ ക്യാൻറ്റീൻ ഇടാൻ പോയിട്ടുണ്ടായിരുന്നു. അതില് അപ്പൊ മതിലിൽ കയറിയിട്ട് ഫ്ലെക്സ് കെട്ടാൻ വേണ്ടി മതിലിൽ കയറിയപ്പോ ഞാൻ അവളെ കണ്ടായിരുന്നു. പിന്നെ നമ്മളെ ട്യൂഷൻ സെന്ററിലൊക്കെ ഒരുമിച്ചായിരുന്നു. പിന്നെ പറയണ്ട, അത് പറയണ്ട, അത് പറയണ്ട, അത് പറഞ്ഞ് എനിക്ക് മറ്റേ സ്കൂളിൽ പോയിട്ടുണ്ടെന്നുള്ള അപ്പം ഈ ബന്ധുക്കളെല്ലാം ഓക്കെ. എന്റെ തന്ത എന്ന് പറയുന്ന ഭാസ്കര പിള്ള നമുക്ക് കട്ട് ചെയ്യാം. അച്ഛനപ്പൊ തന്തയില്ല, കേട്ടോ, അങ്ങനെ ഒരുങ്ങി കെട്ടി വന്നു നിന്നല്ലേ? തന്തയില്ലാത്തവനായിട്ട് അറിയപ്പെടാനാണോ ആഗ്രഹം? എന്റെ തന്ത മരിച്ചുപോയി. എന്റെയും മരിച്ചു പോയല്ലോ. എന്റെ തന്ത ഭാസ്കര പിള്ളല്ല, ഞാൻ ശങ്കരനും അല്ല. എന്നാ നിങ്ങളെ അവനെ കൊച്ചച്ഛനാക്കാൻ മതിയോ? ആ അത് മതി. നിങ്ങൾ പോയി ആദ്യമേ അവരെ പരിചയപ്പെട്ടെന്ന് പോയി. കുടുംബക്കാരാന്ന് പറയേണ്ടത്. അപ്പൊ ഇവരൊക്കെ നാളെയും വരുമോ? നാളെയും വരുമോ എലി? ഓ പറഞ്ഞു പറഞ്ഞു. ഇവരെല്ലാം നാളെ വരും. ഓക്കെ ഓക്കെ, എന്നാ കുഴപ്പമില്ല. ഇത് ആരാണ് എന്റെ എന്റെ ആരാണ്? എന്റെ ആരാ ഇത്? ഇതാരത്? ഓർഗനൈസറിനെ വിളിച്ചേ. എനിക്ക് മാമനില്ലല്ലോ, മാമനെ അല്ല, കൊണ്ടുപോകാൻ. എന്റെ മാമന്റെ മോൻ. മോളുടെ മാമന്റെ മോൻ, എന്റെ അനിയന്റെ മോൻ. അതെ അതെ, എനിക്ക് അനിയനും ഉണ്ടല്ലേ. ഇരിക്കട്ടെ. മാമന്റെ മോന്റെ പേരെന്താ? ഉണ്ണിക്കുട്ടൻ. 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 ആ ഓക്കെയാണ്, ഓക്കെയാണ്. മാമന്റെ മോന് പറ്റിയ പേരാ ഉണ്ണിക്കുട്ടൻ. ഓക്കെ ഓക്കെ ഓക്കെ. മാമൻ മോന്റെ അച്ഛൻ എവിടെ? അച്ഛൻ വന്നില്ലേ? അച്ഛന്റെ പേരെന്താ? അച്ഛനില്ലായിരിക്കും. മോനെ ഇതെല്ലാം സ്ക്രിപ്റ്റ് കറക്റ്റ് വിട്ട് പഠിച്ചിട്ട് ഇല്ലാത്ത കാര്യം ചോദിക്കണ്ട, എന്തിനാ ചോദിച്ചു ടെൻഷൻ ആക്കുന്നവനെ? നമ്മുടെ കുടുംബത്തിൽ ആർക്കും തന്നില്ലല്ലേ. ഓക്കെ, അടുത്താള വന്നേ. മോനാരാ? അമ്പാടി. മാമന്റെ അച്ഛന്റെ ചേട്ടന്റെ മോന്റെ രണ്ടാം കെട്ടിലെ മോൻ. മാമന്റെ അച്ഛന്റെ ചേട്ടന്റെ രണ്ടാം കെട്ടിലെ മോൻ. രണ്ടാം കെട്ടിലെ എന്റെ മാമന്റെ. ഇതെല്ലാം പറയണ ഇംഗ്ലീഷ് മനസ്സിലായില്ല, പക്ഷെ ആളുണ്ട്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇതേപോലെ ലോങ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതെ അതെ, അങ്ങനെ പറഞ്ഞാൽ മോൻ വന്നേ, നടുക്കുള്ള മോൻ വന്നേ. അവന്റെ പേര് പറ. മണിക്കുട്ടൻ. മണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ, മണിക്കുട്ടൻ, മറ്റേത് കുട്ടൻ? അമ്പാടി. അമ്പാടിക്കുട്ടൻ. മോനേത് വകയിലുള്ളതാ? ഞാൻ ചേച്ചിയുടെ മാമിയുടെ മൂത്തേന്റെ മൂത്ത മോൻ. മാമിയുടെ മൂത്തേന്റെ മൂത്ത മോൻ. ആ ഓക്കെ. താടി ഊശൻ വന്നേ. അതാണ് അച്ഛന്റെ അച്ഛൻ. അച്ഛന്റെ ഏത് വകയില്? ബന്ധം മറന്ന് ബന്ധം മറന്നോ? ഇളയ കുഞ്ഞമ്മയായിട്ട് ഒളിച്ചോടി കല്യാണം കഴിച്ച ഭാസ്കര മാമൻ. ഇളയ കുഞ്ഞമ്മയായിട്ട് ഒളിച്ചോടി കല്യാണം കഴിച്ച ഭാസ്കര മാമൻ. നമ്മൾ ഇന്റർകാസ്റ്റ് ആയിരുന്നു. ആ ഓക്കെ. തമിഴ് സംസാരിക്കാൻ പറ്റുമോ? തമിഴ് സംസാരിക്കാൻ പറ്റുമോ? തമിഴ് സംസാരിക്കാൻ പറ്റുമോ? പറവല്ലേ കൊച്ച കൊച്ച പേസു. ആ അത് പോതും. ആ ഓക്കെ ഓക്കെ. ശിവകാമിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ശിവകാമിയാ? ആ കോട്ടിട്ട കോട്ടിട്ട മോനാരാ? കോട്ടിട്ട മോനാരാ? നിങ്ങളോട് ആളാ? ഇല്ല പിള്ള, ഇല്ല ആയിരിക്കുന്നത്. അത് സാംഗുരു. അയ്യോ, അത് പ്രതിമയാണ്. ഈ വീട് ഓ സോറി. ഈ വീട് സാബ്ഗുരുന്റെ നമ്മള് വാങ്ങിച്ചേ.
അതെ മോളെ ഈ മാസത്തെ കറണ്ട് ബിൽ അടച്ചിട്ടില്ലായിരുന്നു വീട്ടില്? അത് അടച്ചിട്ടുണ്ട്. അതെ ഇപ്പൊ നമ്മളൊന്ന് ലൈൻ അവിടെ കറണ്ട് ഇട്ടോ, മറ്റേ കറണ്ട് ഇട്ടോ. മരം വെട്ടുന്നു ഓക്കേ, മരം വെട്ടുന്നു അതുകൊണ്ട് ആ ഓക്കെ ഓക്കെ. ഈ പരിചയപ്പെട്ട ബന്ധുക്കൾ മാറി എന്നിട്ട് പരിചയപ്പെടാത്ത പുതിയ ബന്ധുക്കൾ വന്ന് അത് കിളവന്റെ ഭാര്യയാണോ അത്? അല്ലല്ല അയ്യോ അല്ലല്ലോ അത് ശരി. മോളാണോ? മോളുടെ പേരെന്താ? മോളെ പരിചയപ്പെടുന്നില്ല. ലക്ഷ്മിയാ? മോളെ നമ്മള് ലക്ഷ്മി എന്നുള്ള പേര് മാറ്റേണ്ടി വരും. മോള് ഡെയ്സി. ആരാണിത്? ഇങ്ങനെ കള്ളക്കാമുകയാ ഡെയ്സി, മനസ്സിലായില്ലേ ഇതുവരെ? ഇങ്ങനെ ശിവകാമിയാന്ന് തോന്നുന്നു. മോള് ഡെയ്സി. ഞാനാ പറഞ്ഞു. ആ ഓക്കെ. ആ പരിചയപ്പെടാൻ വരും. അടുത്ത ബന്ധുക്കൾ വരും. ഇത് അപ്പു. ഞാൻ അപ്പു. അപ്പു പറ. അലീന ചേച്ചിയുടെ അമ്മയുടെ അനിയത്തിയുടെ അമ്മേ. അതെ അമ്മയുടെ അമ്മ വേണ്ട. അമ്മയെ പറ്റി പറഞ്ഞ ഇതെന്റെ ഭാര്യ മീന. മോന്റെ ബന്ധം പറ. അതാ പറഞ്ഞ അമ്മയുടെ മോൻ ആ കിളവനെ കണ്ടോ? ഇല്ല അച്ഛാ, ഞാൻ പറയട്ടെ അച്ഛാ, തമിഴ് ഇതിപ്പോ സംസാരിക്കുന്ന എല്ലാരും അച്ഛന്റെ സൈഡ് അല്ലേ, അമ്മയുടെ സൈഡ് ആരെങ്കിലും വേണ്ടേ? അപ്പൊ ഇരിക്കട്ടെ, മോളെ. കുഴപ്പമില്ല അച്ഛാ, അത് മറക്ക്. ഡെയ്സി ഓർക്കില്ല, മറക്ക്. ഇല്ല മോളെ, ഇല്ല മോളെ, അത് മറക്കാൻ പറ്റില്ല. മമ്മി അത് പറയാൻ പറ്റൂല മോളെ, അത് പറയാൻ പറ്റൂല. ആ എന്നാ കുഴപ്പമില്ല, ആരെങ്കിലും ആവട്ടെ, അവിടെ നിന്നോട്ടെ. ഇത് മോന്റെ ഭാര്യയാണോ? അതെ ഭാര്യ. ഭാര്യയുടെ പേര് മീന. മീന നല്ല പേര്. ഡെയ്സി വിളിക്കൂ. കുറേ നിൽക്കുന്നത് മോള് നാളെ മുതൽ ഡെയ്സി. അച്ഛന്റെ അച്ഛൻ മോളുടെ ബന്ധം പറയൂ. എന്റെ ദാമോദരൻ പിള്ളയുടെ മോള്. അത് ചേച്ചിയുടെ അമ്മാവന്റെ മോളാണ്. ഓ എലിക്കുട്ടിയുടെ അമ്മാവന്റെ മോള്. എലിക്കുട്ടിയുടെ അച്ഛൻ എവിടെ? അതെ അച്ഛനല്ല, ഞാൻ ഇവളെ മോൾ, അവളെ അച്ഛനാണ്. അച്ഛനാണ് ഇത്. അല്ലല്ല എന്റെ അച്ഛൻ. അച്ഛൻ വന്നിരിക്കുന്നു. അതല്ല അച്ഛന്റെ പേരെന്താ? അങ്ങനെ എന്റെ പേര് ദാമോദരൻ. ഓ തമിഴ് സംസാരിക്കാൻ പറ്റുമോ? ഇടക്കിടക്കൊക്കെ വല്ലതും പറയും. വല്ലെന്ന് പറഞ്ഞത് കേക്കട്ടെ. ശിവകാമിയാക്കാനായിരിക്കും. ഇപ്പോ പറഞ്ഞു എന്താണ് ആ നിക്കുന്ന കണ്ണാടി പിള്ളേട്ടൊന്ന് സംസാരിച്ചു കേക്കട്ടെ. തമിഴില് പിള്ള ഈ പിള്ള കളവാ ഇങ്ങോട്ട് അങ്ങനെയൊന്നും വിളിക്കില്ലേ, വയസ്സായ ആൾക്കാർ അങ്ങനെ വിളിക്കില്ലേ? സംസാരിക്കും. നമ്മളെല്ലാം ഒരേ കുടുംബത്തിലെ ആൾക്കാരല്ലേ. പേരെന്നാടേ? ഇവരെല്ലാം ഒരേ പ്രായം. ശരിയാ. ഇത്രയും പേര് മതി കേട്ടോ, ഇത് കൂടുതൽ ബന്ധുക്കൾ വേണ്ടത്. എന്താണ് ഒരു ജില്ല മൊത്തം മതി, നമുക്ക് ഇത്രയും ബന്ധുക്കൾ മതി. സ്റ്റോപ്പ്. നാളെ ഇത്രയും പേര് ഇവിടെ വേണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര ശമ്പളം പറഞ്ഞേക്കണേ? അതൊക്കെ ഞാൻ കൊടുത്തോളാം കേട്ടോ, അതൊക്കെ നമ്മള് ടിപ്പ് കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞ മോളെ നീ ഒന്ന് സൂക്ഷിച്ചോ. നാളെ കാണാം. എല്ലാരും ഒന്ന് പോയി. ഒരു വീട് പോലും ഇല്ലാത്ത എനിക്ക് ഒരു വീടും സെറ്റ് ചെയ്ത് തന്നു. ബന്ധുക്കള് നിന്റെ ബന്ധുക്കളെന്ന് പറഞ്ഞ ഇവന്മാരെല്ലാം കാട്ടുകള്ളന്മാരാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അമ്മമാരെന്ത് ചെയ്യാനാണ്? അമ്മമാര് ജോലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അച്ഛൻ ഭയങ്കര ഇതാവല്ലേ, കുറച്ചൊന്ന് ഇതാവ്. ഇവൻ എന്തിനു കാണിക്കുന്നത്? ചിലപ്പം ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അച്ഛൻ നാളെ കൂടെ നിക്കണം. മോളെ അവിടെ മെഡിസിനിലെ മരുന്ന് എനിക്ക് വെള്ളം തളിക്കാൻ ആള് കുറവാണ്. ഞാൻ ചെന്നില്ലെങ്കിൽ ഒന്നും നടക്കൂല. നാളെ ആണെങ്കിൽ വളവിടുന്ന ദിവസവും. മോളെ നാളെ വളവിടുന്ന ദിവസമാണ്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യല്ലേ? ആവട്ടെ. പക്ഷെ ഇത് കഴിഞ്ഞ് നമുക്കേ സൂര്യ പണിത് വെച്ചേക്കുന്നത് പോയി കാണാം.
മോളെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ആരാന്നാ പറഞ്ഞത്? എലി 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 ആ എലി ടീച്ചർ ഒന്ന് വന്നേ. ആ ചേച്ചി ഒന്നിക്കൊരു ജൂൺ ഡാഡി താങ്ക് യു കേട്ടോ എല്ലാവരും എന്റെ ബന്ധുക്കളായിട്ട് വന്നത്. ചേച്ചിയുടെ ഒരു മാമൻ വരുന്നുണ്ട് കേട്ടോ ദുബായിന്ന്. നാളെ ഞാൻ ചെയ്യും. ഒരു മാമൻ ഒറ്റൊരു മാമനും കൂടെ വരുന്നുണ്ട്. വേറെ ആരും വരത്തില്ല ഇനി. നാളെ ഞാൻ ചെയ്യും. ഇത് കൂടല്ലേ കൂടുതലേ ചേച്ചിക്ക് സ്പെഷ്യൽ മാമനാണ്. ആ ഓക്കെ 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 ഓക്കെ. വരും, ഒത്തിരി പേര് വരാനുണ്ട്. പക്ഷെ ഇനി നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നില്ല ആരെ. ആ കല്യാണത്തിന് വരട്ടെ ബാക്കി എല്ലാരും. മോളെ കുറച്ചു മുമ്പ് നീ പറഞ്ഞത് ഈ കല്യാണം ഇപ്പം വേണ്ടെന്നല്ലേ? വേണ്ട. ഇപ്പൊ ഈ പാഴ്സൽ കൊണ്ടുവന്ന ബന്ധുക്കളെല്ലാം നീ എന്തിനു ചെയ്യാൻ പോണു? അല്ലല്ല പെണ്ണ് പെണ്ണ് കാണാൻ എനിക്ക് ഓ ബന്ധുക്കളുണ്ടെന്ന് പെണ്ണ് അറിയണ്ടേ? കാണാം. ഓ ആ. ശരി 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 ശരി. അപ്പോഴല്ലേ ഇത് പറയണ്ടേ വേണ്ടാന്നുള്ളേ. ഓ ഇതൊക്കെ ഓടുന്ന കാറായിരുന്നല്ലേ? ഞാനും വിചാരിച്ചു ആ, അല്ലെങ്കിൽ അച്ഛൻ ഫ്രണ്ട് ഇരുന്നു. ആ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാം. നീ അയ്യോ കുഞ്ഞിനെ. എടുക്ക സൂര്യ നീ എങ്ക? നീ മറന്നാ? സൂര്യ എവിടാണാ? വാസന വെളിയിലുണ്ടോ? മോളെ എന്റെ മരുമോൻ വന്നില്ലടി. വന്നില്ല. വന്നെങ്കി വിളിച്ചാലേ. അവനെയും കൂടെ കണ്ട് പിള്ളേയും കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിരുന്നതാണ് ഞാൻ. ഇന്ന് നിക്ക്, നാളെ പോവാം. ബന്ധുക്കൾ നിക്കുന്നവിടെ. സൂര്യ ഞാൻ എടുക്കാം. മോളെ അവരെ സെറ്റിൽ ചെയ്ത് രണ്ടാമത്തെ റേഡിയോയിൽ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും